തിരുവനന്തപുരം പാലോട് നവവധുവിന്റെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്ത് കസ്റ്റഡിയിൽ. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇന്ദുജയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും വിവാഹം നടന്നത് 3 മാസം മുൻപാണ്. ശാലിനി ചേർന്നു. ശാലിനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രജനി, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം പാലോട് ഒരു നവവധു വീട്ടിൽ, അതായത് ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഈ ഇന്ദുജ എന്ന് പറയുന്ന 25-കാരിയുടെ ഭർത്താവ് അഭിജിത്ത് തന്നെയാണ് ഈ മരണവിവരം അറിയുകയും ഈ തൂങ്ങിയ നിലയിൽ ഭാര്യയെ കണ്ടെത്തുകയും ചെയ്തത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാവുകയും ചെയ്തിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുടുംബമടക്കം ചില ദുരൂഹതകൾ ഈ വിഷയത്തിൽ ഉന്നയിച്ചത്. ഇന്ദുജയുടെ അച്ഛനടക്കം പോലീസിൽ ചില ദുരൂഹതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പാലോട് പോലീസ് ഈ ഭർത്താവ് കൂടിയായിട്ടുള്ള അഭിജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. മരണത്തിൽ ദുരൂഹത ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഈ ഒരു കസ്റ്റഡി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഭിജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. നിലവിൽ ആത്മഹത്യാക്കുറിപ്പോ അത്തരത്തിലൊന്നും കണ്ടെത്തിയിട്ടില്ല. സ്വാഭാവികമായും വീടിനുള്ളിലെ അവരുടെ ബെഡ്റൂമിനുള്ളിലാണ് ഈ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ ജനൽ പാളിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ദുരൂഹതയുണ്ടോ, മറ്റേതെങ്കിലും ആരെങ്കിലും സംശയമുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ സ്വമേധയാ ആത്മഹത്യ ചെയ്തതാണോ, മറ്റേതെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനായി ഇപ്പോൾ പോലീസ് ശ്രമം നടത്തുന്നത്. ഭർത്താവ് അഭിജിത്ത് ഇന്നലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഏകദേശം ഉച്ചയോടുകൂടി ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്ത് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.